ഹലോ ഗൈസ്, ഇന്ന് ഞാൻ 1 മീറ്റർ തുണി വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആലിയ കട്ടിൻ്റെ ഷോർട്ട് ടോപ്പ് തയ്ക്കുന്നതെന്ന് നോക്കാം. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ ഇതേ മെറ്റീരിയലിൽ 1 മീറ്റർ തുണി വെച്ചിട്ട് തന്നെ ഞാൻ കുട്ടികൾക്ക് പറ്റിയൊരു ഫ്രോക്ക് ചെയ്തായിരുന്നു. ഇനി അതിൻ്റെ ബാക്കി 1 മീറ്റർ വെച്ചിട്ട് നമുക്ക് ഷോർട്ട് ടോപ്പ് ആലിയ കട്ട് മോഡലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ തുണി ഞാൻ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ടു. അതിന് ശേഷം ഷോൾഡറിൻ്റെ അകലം, കഴുത്തകലം അതത്ര 3 മാർക്ക് ചെയ്ത് പോയിൻ്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം കൈക്കുഴി താഴോട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ അത് പ്ലസ് 2 കൂടെ നമുക്ക് 2.5 നമുക്ക് സ്വിമ്മിങ് എലമെൻറ്റ്സോടെ ചേർത്ത് 12.5 ഞാൻ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കൈക്കുഴി ചെരിച്ച് വരയ്ക്കാം. ഞാൻ യോക്കിൻ്റെ ഇറക്കം ഞാൻ കൊടുക്കുന്നത് ഫുൾ നമ്മുടെ യോക്കിൻ്റെ പോർഷൻ്റെ ഇറക്കം 14 ആണ്. അതെത്ര ഞാൻ മാർക്ക് ചെയ്യുന്നു. വണ്ണം 8 പ്ലസ് ഒരു 2.5 ഇഞ്ചും സീമിങ് അലവൻസോടെ ചേർത്ത് 10.5 ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇനി ആലിയ കട്ടിൻ്റെ ആ ഒരു ഡിസൈൻ വെട്ടുന്നതിന് വേണ്ടി ഞാൻ താഴെ നിന്ന് 3 ഇഞ്ച് മാർക്ക് ഇതുപോലെ ഞാൻ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് നമുക്ക് ടോട്ടൽ നമുക്ക് വേണ്ട വണ്ണത്തിൻ്റെ അങ്ങോട്ട് ഒരു ചെരിച്ചൊരു ഇതുപോലെ വര വരച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് യോക്കിൻ്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉള്ള തുണിയുടെ തന്നെ മാക്സിമം ലെന്ത് ഇട്ടിട്ടാണ് ഞാൻ ടോപ്പ് തയ്ക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ള വീതിയുള്ള തുണിയും കൂടെ ഇതുപോലെ ചെരിച്ച് ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഫുൾ തുണി നമുക്ക് യോക്കിൻ്റെ ഫ്രിൽസിൻ്റെ അവിടെ, ആലിയ കട്ടിൻ്റെ മോഡലിൻ്റെ ഫ്രിൽസിൻ്റെ അവിടെ കൊടുക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് നമ്മളിങ്ങനെ ചെരിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ ചെരിച്ച് കൊടുത്തിട്ടാണ് ഇത് തയ്ക്കുന്നത്. കൈക്ക് വേണ്ടി നമുക്ക് ആക്ച്വലി 1 മീറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് തുണിയൊന്നുമില്ല. ഉള്ള തുണീനെ നമുക്ക് എങ്ങനെ ഫ്രിൽസൊക്കെ ആയിട്ട് ഒരു ഷോർട്ട് സ്ലീവ്സ് ആയിട്ട് തയ്ക്കാമെന്നാണ് നോക്കുന്നത്. ഈ വീതിയുള്ള പോർഷൻ നമുക്ക് കൈയുടെ അവിടെ മേളിലായിട്ട് ഇതിങ്ങനെ ഫ്രിൽസ് പോലെ നമുക്ക് കൈയുടെ അവിടെ ഇതുപോലെ തയ്ച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഡിസൈൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ഫ്രണ്ടിലൊരു വി നെക്കും ബാക്കിലൊരു റൗണ്ടുമാണ് കൊടുക്കുന്നത്. വി നെക്കിന് ആവശ്യമുള്ള വീതി നീളം ഇത് മാർക്ക് ചെയ്യുക. ഞാൻ 7 ഇഞ്ചാണ് താഴെ ഇറക്കം ഞാൻ മാർക്ക് ചെയ്യുന്നത്. നീളം 7ഉം വീതി 3ഉം ഉള്ളൊരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 7 ഇഞ്ച് ആ 2 പോയിൻറ്റുകൾ തമ്മിൽ മാർക്ക് ചെയ്ത് വി പോലെ നമുക്ക് വരച്ചെടുക്കാം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ നമ്മളൊരു സ്ക്വയർ പോലെ ഇതുപോലെ തന്നെ വരച്ചിട്ട് സർക്കിളാണ് ഞാൻ കൊടുക്കുന്നത്. താഴത്തെ കഴുത്തകലം ബാക്കിലെ കഴുത്തകലം ഞാൻ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. ആദ്യം തന്നെ വി നെക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ക്രോസ് പീസ് ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ നല്ല വശത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചിട്ട് നമുക്ക് മറിച്ച് കൊടുക്കാം.
ഈ ഒരു ഡിസൈൻ മൊത്തം നമുക്ക് ഒരേ സെയിം കളർ ആയതുകൊണ്ട് ഞാനൊരു കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനൊരു ലേസും കൂടെ ഞാൻ എടുത്തിട്ട് ബീയുടെ പോർഷനിൽ ഞാൻ കഴുത്തിൻ്റെ അവിടെ മാത്രം ഞാൻ ഇതുപോലെ തയ്ച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിലെ നെക്ക് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിലും ഇതുപോലെ തന്നെ ഒരു ക്രോസ് പീസ് തുണി എടുത്തിട്ട് നമുക്ക് ഈ സർക്കിൾ പോലെയുള്ള ഈ ഒരു ഡിസൈനിൻ്റെ പുറത്തൂടെ നമുക്ക് തയ്ച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അതല്ല, നമുക്ക് സ്റ്റിഫിൻ്റെ തുണി വെച്ചിട്ട് നമുക്ക് നെക്ക് തയ്ക്കുന്നത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ ആ ഒരു ഈസി മെത്തേഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ നല്ലൊരു കോട്ടൻ്റെ തുണി ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ തന്നെ ക്രോസ് പീസ് തുണി ഇട്ടിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ട് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മുടെ ആലിയ കട്ടിൻ്റെ ഡിസൈൻ നമുക്ക് താഴോട്ടുള്ള ഫ്രില്ലും കൂടെ നമുക്കിതുപോലെ പിടിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഫ്രില്ല് വരുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. അല്ല, നമുക്കിൻ്റെ ഫ്രണ്ടിൽ മാത്രം മതിയെങ്കിൽ നമുക്ക് പീസ് വെട്ടുമ്പോൾ തന്നെ ബാക്കിൽ പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി വരുന്ന പോർഷൻ തുണി വെച്ചിട്ട് നമുക്ക് സ്ലീവ്സിൻ്റെ അവിടെ കൂടെ തയ്ച്ചു കൊടുക്കാം. നമ്മൾ സ്ലീവ്സും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ബോട്ടം പോർഷൻ നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇതാണ് തയ്ച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് തുണി മാത്രം ഉണ്ടെങ്കിൽ നമുക്കിതുപോലൊരു ടോപ്പായിട്ട് നമുക്ക് തയ്ച്ച് ഇടാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ്